ഗുഡ് മോർണിംഗ് മൈ ഗൈസ്. ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ പോയത് ശശിയുടെ അടുത്തോട്ട്. അങ്ങനെ ശശിയുടെ അടുത്ത് നിന്ന് ഞാൻ ശശിനെ കൂട്ടി നേരെ പോയത് കാഞ്ഞങ്ങാട്ടുള്ള സർവീസ് സെൻ്ററിലേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു രാവിലെ 9 മണിക്ക് വരാൻ. അതുകൊണ്ട് ഞാനും ശശിയും കൂടെ രാവിലെ 7:30 ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളവിടെ 9 മണിക്ക് എത്തുന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി സർവീസ് സെൻ്ററിൽ എത്തി. അവിടെ ആൾക്കാരൊക്കെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സർവീസ് മാനേജറിനോട് പറഞ്ഞു. സർവീസ് മാനേജർ പറഞ്ഞു നിങ്ങൾ കസ്റ്റമർ ലോഞ്ച് വെയിറ്റ് ചെയ്യുക, വണ്ടി സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ തരാമെന്ന്. അങ്ങനെ ഞാൻ കുറേ നേരം കസ്റ്റമർ ലോഞ്ചിൽ നിന്ന് റീലും കണ്ട് കുറേ നേരം ഗെയിമും കളിച്ചുകൊണ്ടിരുന്നു. ശശി അവിടെ ഇരുന്ന് ഫർസി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഞാൻ ശശിയും കൂടെ വണ്ടി എടുത്ത് കുറേ നേരം ആ കാഞ്ഞങ്ങാട് സിറ്റി ഒന്ന് കറങ്ങി. വണ്ടിയുടെ മിസ്സിംഗ് മാറിയെങ്കിലും വണ്ടിയുടെ സെൽഫ് അടിച്ച് സ്റ്റാർട്ടാക്കുന്ന പ്രോബ്ലം എതിരായിട്ട് മാറാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സർവീസ് സെന്ററിൽ ചെന്നിട്ട് സർവീസ് മാനേജറിനോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ കുറേ നേരം കസ്റ്റമർ ലോഞ്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വണ്ടി കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഒന്നുകൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി ആ കാഞ്ഞങ്ങാട് സിറ്റി ഒന്നുകൂടെ കറങ്ങി. എന്നാലും ആ സെൽഫ് അടിക്കുന്ന പ്രോബ്ലം പോകാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കൊണ്ടുപോയി വണ്ടി അവിടെ കാണും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ പോയി ഫുഡ് അടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ബാറ്ററി എല്ലാം ചാർജ് ആക്കി ഇടാം. അങ്ങനെ ഞാൻ ശശിയും കൂടെ പോയി 2 ബിരിയാണി എല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും കസ്റ്റമർ ലോഞ്ച് വന്ന് കുറേ നേരം ഇരുന്നു. ഫൈനലി വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി ഞങ്ങളുടെ കിട്ടി. പക്ഷേ വണ്ടിയുടെ സെൽഫ് അടിച്ച് സ്റ്റാർട്ടാക്കുന്ന പ്രോബ്ലം മാത്രം മാറി കിട്ടിയില്ല. പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരാഴ്ച വണ്ടി ഓടിക്കുമ്പോൾ ഇതൊക്കെ എന്തായാലും മാറുമെന്ന്. അഥവാ മാറിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ കാശ് മുടക്കി ബാറ്ററി മാറ്റേണ്ടി വരുമെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ അതും കേട്ട് ഞാനും ശശിയും കൂടെ വീട്ടിലോട്ട് വന്നു. ഞാൻ ശശിനെ വീട്ടിലും കൊണ്ട് വിട്ടു, ഞാൻ എൻ്റെ വീട്ടിലും പോയി. ഇന്ന് ഇത്രയുള്ള വീഡിയോ, നാളെ നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.